എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. പുതിയ മലയാള വർഷമായ കൊല്ലവർഷം 1200 ഓരോ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്കും ഉണ്ടാകുന്ന സാമാന്യ അനുഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ മലയാള വർഷത്തിൽ ഉണ്ടാകാനിടയുള്ള സാമാന്യമായ അനുഭവങ്ങളെപ്പറ്റി ഒന്ന് നോക്കാം. ഇപ്പോൾ ഈ ചിത്തിര നക്ഷത്രം 2 കൂറുകളിലായിട്ടാണ് ഉൾപ്പെടുന്നത്. ആദ്യത്തെ പകുതി ഭാഗം അല്ലെ ആദ്യത്തെ 30 നാഴികയിൽ ജനിച്ചവർ കന്നിക്കൂറിലും അവസാനത്തെ 30 നാഴികയ്ക്കകത്ത് ജനിച്ചവർ തുലാക്കൂറിലുമാണ് ഉൾപ്പെടുന്നത്. അതായത് പകുതി കന്നിക്കൂറിലും പകുതി തുലാക്കൂറിലുമാണ് ചിത്തിര നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഗ്രഹസ്ഥാനങ്ങൾ വെച്ച് ഉള്ള അനുഭവങ്ങൾ, അതായത് ഗ്രഹചാരഫലങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും. അതേ സമയത്ത് തന്നെ നക്ഷത്രത്തിൻ്റേതായ ചില ഗുണങ്ങളുണ്ടല്ലോ, അതുകൊണ്ടുള്ള അനുഭവങ്ങളൊക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെ വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ഗ്രഹസ്ഥിതികൾ നോക്കുമ്പം വർഷാരംഭത്തിൽ ശനി കുംഭൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത്, വക്രഗതിയിലുമാണ്. അപ്പോൾ അതായത് കന്നിക്കൂറുകാരുടെ 6ാം ഭാവത്തിലാണ് ചിത്തിരയുടെ ആദ്യ പകുതി ഭാഗത്ത് ജനിച്ചവർക്ക് 6ാം ഭാവത്തിൽ കൂടെയാണ് ശനി സഞ്ചരിക്കുന്നത്. 6ൽ ശനി ഗുണകരമായ ഒരു ഗ്രഹാവസ്ഥയാണ്. കാരണം എന്താണ്? 6ാം ഭാവം ശത്രുക്കളെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശത്രുദോഷം നന്നായിട്ട് കുറയും ശനി 6ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ. മാത്രമല്ല ധനപരമായ കുറേ നേട്ടങ്ങളും കുറച്ച് ഭാഗ്യാനുഭവങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു കാലവുമാണ്. എന്നാൽ പൂർണ്ണമായിട്ടും ഗുണകരമല്ല എന്നുള്ളത് ഓർക്കണം. ഒരിക്കലും ശനി വാരിക്കോരി തരും എങ്കിൽ പോലും ചില കാര്യങ്ങളിലൂടെ ചില അവസ്ഥകളിലൂടെ നമ്മളെ കടത്തി വിട്ട ശേഷം മാത്രമേ ഭാഗ്യാനുഭവങ്ങൾ തരുള്ളൂ. എങ്കിലും 6ൽ ശനി സഞ്ചരിക്കുന്ന കാലം പൊതുവെ നോക്കുമ്പോൾ ഗുണകരമാണ്. അതേസമയത്ത് തുലാക്കൂറുകാരായ ചിത്തിര നക്ഷത്രക്കാർക്ക് ശനി 5ാം ഭാവത്തിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അല്പം ഭാഗ്യക്കുറവും എന്ന് പറഞ്ഞാൽ അവർക്ക് ഭാഗ്യക്കുറവുകൊണ്ട് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ചില അവസ്ഥകളൊക്കെ വന്നു ചേരാം. അതുപോലെ തന്നെ 5ാം ഭാവം എന്ന് പറയുന്നത് സന്താനഭാവമായതുകൊണ്ട് സന്താനങ്ങളുടെ കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയും ഉണ്ട്. 2025 മാർച്ച് 29 ആകുമ്പോൾ ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് പകരും. അപ്പോൾ ആ സമയത്ത് കന്നിക്കൂറുകാർക്ക് 7ൽ ശനിയും തുലാക്കൂറുകാർക്ക് 6ൽ ശനിയും ആകുന്നു. അപ്പോൾ കന്നിക്കൂറുകാർക്ക് ആ ശനിയുടെ അനുഗ്രഹാവസ്ഥ മാറിയിട്ട് അടുത്ത വർഷം മാർച്ച് ആകുമ്പോഴത്തേക്കും 7ൽ ശനി അല്ലെ കണ്ടകശനി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരും. തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 6ൽ ശനി വരുന്നതുകൊണ്ട് ഈ വർഷമധ്യത്തിന് ശേഷം അവർക്ക് ശനിയെ കൊണ്ട് ഗുണകരമായ അവസ്ഥയും ഉണ്ടാകും. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ വർഷാരംഭത്തിലെ വ്യാഴം കന്നിക്കൂറുകാരുടെ ഭാഗ്യഭാവമായ 9ലാണ് ഗുണകരമായ അനുഭവങ്ങളുണ്ടാകും. അപ്പോൾ ചിത്തിരയുടെ ആദ്യ പകുതിയിൽപ്പെട്ട ആളുകൾക്ക് വ്യാഴം കൊണ്ട് ഗുണാനുഭവമാണ് ഉണ്ടാകുന്നത്, ശനി കൊണ്ടും ഗുണാനുഭവം ഉണ്ടാകും. തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം, തുലാക്കൂറിൽപ്പെട്ട ചിത്തിരക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 8ലാണ്, അഷ്ടമവ്യാഴമാണ്. അപ്പോൾ അതുകൊണ്ടൊട്ടും അനുകൂലമല്ല. ദൈവാധീനക്കുറവ് അനുഭവപ്പെടും. എന്ന് പറഞ്ഞാൽ തടസ്സങ്ങളോ അല്ലെങ്കിൽ കയ്യിൽ വരെ ഭാഗ്യം എത്തിയിട്ട് പെട്ടെന്ന് അത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയൊക്കെ നേരിടേണ്ടി വരാം. പക്ഷേ വ്യാഴം മാറുന്നതോടുകൂടി ആ ബുദ്ധിമുട്ട് മാറിക്കിട്ടുന്നതാണ്. മെയ് 14 തീയതി ആകുമ്പോൾ 2025 മെയ് 14 തീയതി വ്യാഴം മിഥുനൻ രാശിയിലേക്ക് പകരുന്നു. ആ സമയത്ത് തുലാക്കൂറുകാരുടെ 9ലേക്ക് വ്യാഴം വരുന്നു. അപ്പോൾ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. പിന്നെ രാഹു കേതുക്കളുടെ സ്ഥാനമാറ്റം എന്ന് പറയുന്നത് 2025 മെയ്യിൽ തന്നെയാണ്. മെയ് 18-നാണ് രാഹു പുറകോട്ട് നീങ്ങി കുംഭൻ രാശിയിലേക്കും കേതു പുറകോട്ട് നീങ്ങി ചിങ്ങൻ രാശിയിലേക്കും എത്തിച്ചേരുന്നു. ഈ രാഹു കേതുക്കൾ എപ്പോഴും വിലോമഗതിയിൽ പുറകോട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പൊതുഫലങ്ങൾ നോക്കാം. കന്നിക്കൂറുകാരായ ചിത്തിര നക്ഷത്രക്കാർക്ക് ആഗ്രഹ സഫലീകരണത്തിൻ്റെ ഒരു വർഷമാണ് എന്ന് പറയാം. തൊഴിൽ തേടുന്നവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗത്തിൽ ഉയർച്ചയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കന്നിക്കൂറുകാരുടെ പ്രത്യേകത എന്താണ്? 6ൽ ശനിയും 9ൽ വ്യാഴവും. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് വർഷാരംഭത്തിൽ തന്നെ ഭാഗ്യാനുഭവങ്ങൾ പലതും കിട്ടുന്നത്. പിന്നെ സ്ഥലം മാറ്റമൊക്കെ ജന്മനാട്ടിലേക്കോ അല്ലെങ്കിൽ കുടുംബത്തോട് ഒത്തുചേരാനൊക്കെ സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അത് ഈ വർഷം കിട്ടാനുള്ള സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങളൊക്കെ വ്യാപാരികൾക്ക് തുടങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. വ്യാപാരത്തിൽ അല്പം മത്സരം നേരിടേണ്ടി വരുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാൻ സാധിക്കും. വർഷം മധ്യമാകുമ്പോഴത്തേക്കും കണ്ടകശനി വരുന്നത് കൊണ്ട് തടസ്സങ്ങൾ വർദ്ധിച്ചു തുടങ്ങും.
അത് ഈ ശനിയുടേതായിട്ട് വളരെ പതുക്കെ പതുക്കെ പതുക്കെയാണ് വരുന്നത്. ഒരു ഘട്ടത്തിലെത്തുമ്പോഴാണ് നമ്മൾ ഈ തടസ്സം പെട്ടെന്ന് തിരിച്ചറിയുന്നത്. ആലോചനയില്ലാതെ പെരുമാറുന്ന സ്വഭാവം മൂലം പല അബദ്ധങ്ങൾ സംഭവിക്കാം, നഷ്ടം സംഭവിക്കാം. അതുപോലെ തന്നെ ദോഷാനുഭവങ്ങളുണ്ടാകാം, അന്യദേശവാസം നേരിടേണ്ടി വരാം. അതുപോലെ തന്നെ അന്യദേശത്തേക്ക് ജോലി മാറ്റമൊക്കെ ആ സമയത്ത് ഉണ്ടാകാം. അപ്പോൾ ഈ വർഷമധ്യം വരെ ഒരനുഭവവും വർഷമധ്യത്തിന് ശേഷം ഈ ഗ്രഹസ്ഥിതികളൊക്കെ മാറുന്നതുകൊണ്ട് വളരെ വ്യത്യസ്തമായ മറ്റൊരനുഭവമായിരിക്കും ഓരോ കൂറുകാർക്കും ഉണ്ടാകുന്നത്. അതായത് ചിത്തിരയുടെ ആദ്യ പകുതിക്കാർക്കും രണ്ടാം പകുതിക്കാർക്കും വർഷമധ്യം വരെ ഒരനുഭവവും വർഷമധ്യത്തിന് ശേഷം മറ്റൊരു അനുഭവവുമാണ് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ മോഷണം പോകാനായിട്ട് സാധ്യതയുണ്ട് ഈ ശനി മാറുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ കുടുംബപരമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അന്യസ്ത്രീ ബന്ധങ്ങളൊക്കെ ഉണ്ടാകാനും ആ ബന്ധം ശക്തമാകുന്നത് കുടുംബ ജീവിതത്തെ കുറച്ചൊക്കെ ബാധിക്കാനും സാധ്യത ഉണ്ട്. തുലാക്കൂറുകാരായ ചിത്തിര നക്ഷത്രക്കാർക്കാണെങ്കിൽ വർഷാരംഭത്തിൽ വരവ് ചിലവുകൾ സമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ജോലിയിൽ അധ്വാനം വർദ്ധിക്കും. അതുപോലെ തന്നെ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള ശമ്പളം കിട്ടുന്നില്ല എന്നുള്ള ഒരു തോന്നൽ മനസ്സിനെ ബുദ്ധിമുട്ടിക്കും. പല കാര്യങ്ങളിലും പുതുമ വേണമെന്നൊക്കെ ആഗ്രഹിച്ചാലും അതത്ര എളുപ്പത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുകയില്ല. ദാമ്പത്യത്തിൽ ചെറിയ പൊട്ടിത്തെറികളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉടലെടുത്തേക്കാം. അമിതമായ ആഡംബരപ്രിയത്വം മൂലം ചെലവ് വളരെയേറെ വർദ്ധിക്കും. ഈ വർഷാരംഭത്തിലുള്ള തുലാക്കൂറുകാരുടെ പ്രത്യേകത എന്താണെന്ന് നേരത്തെ പറഞ്ഞു. തുലാക്കൂറുകാരെ സംബന്ധിച്ച് 5ലാണ് ശനി. അപ്പം ബുദ്ധിയെ ബാധിക്കും, ചിന്തകളെ ബാധിക്കും, സന്താനങ്ങളെ ബാധിക്കും. 5 കൊണ്ട് പറയുന്ന എല്ലാത്തിനെയും അത് ബാധിക്കുന്നതാണ്. പ്രജ്ഞ, മേധ, പ്രതിഭാശക്തി, പുരാതനം, പുണ്യം, അങ്ങനെ മന്ത്രാമാത്യ തനൂജ പഞ്ചമഭാത് സൗമനസ്യം അഭിചിന്യം എന്ന് പറയുന്ന പോലെ നമുക്ക് 5ാം ഭാവം കൊണ്ട് പറയുന്ന എല്ലാ കാര്യങ്ങളെയും ഈ ശനിയുടെ സ്ഥിതി ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോഴും അഷ്ടമ വ്യാഴമുള്ള സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. അത് മാറിക്കഴിയുമ്പോഴത്തേക്കും ആ വിഷമം മാറിപ്പോവും. അങ്ങനെ ദാമ്പത്യത്തിലൊക്കെ ചെറിയ കല്ലുകടികളൊക്കെ ഉണ്ടാകാം. സ്ത്രീകൾ മൂലം അപവാദം ഉണ്ടാകാം. യാത്രയിൽ ദുരിതങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യതടസ്സങ്ങൾ നേരിടേണ്ടി വരും. അധികാരികളിൽ നിന്നും തിക്താനുഭവങ്ങൾ ഉണ്ടാകാം. ദേഹദുരിതം, ഉഷ്ണരോഗങ്ങൾ, ഹൃദ്രോഗം, അനാവശ്യമായ കോപം മൂലം പലവിധത്തിലുള്ള അനർത്ഥങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കേതുവും കൂടെ ദോഷകരമായിട്ടാണ് ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ ജയിൽവാസം വരെ അനുഭവിക്കേണ്ടി വരാനുള്ള സാധ്യതയും ഉണ്ട്. എല്ലാവർക്കും അല്ല കേട്ടോ, ജാതകപ്രകാരമുള്ളൊരു അനുഭവം കൂടെ പറഞ്ഞതേ ഉള്ളൂ. അതായത് അഷ്ടമ വ്യാഴവും ശനി അനുകൂലമല്ലാതെയും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, കേതുവും കൂടെ അനുകൂലമല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പൊതുവേ ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വർഷം നോക്കുമ്പോൾ ഇപ്പം നമ്മുടെ ആദ്യ പകുതിക്കാർക്കും രണ്ടാം പകുതിക്കാർക്കും വർഷം എങ്ങനെ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് ചിത്തിര നക്ഷത്രക്കാരുടെ പൊതുവേ ഉള്ളൊരു നക്ഷത്ര സ്വഭാവം കൊണ്ടുള്ള അനുഭവം എടുക്കുമ്പം ഗുണകരമായ അനുഭവങ്ങൾ കൂടുതലായിട്ടാണ് കാണുന്നത്. ഈ സമയം മാറുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും സാമാന്യം ഗുണകരമായ അനുഭവങ്ങൾ അവർക്കുണ്ട്. ന്യായമായ തോതിൽ സാമ്പത്തിക അഭിവൃദ്ധി നേടാനായിട്ട് സാധിക്കും. ആരോഗ്യം സാമാന്യം തൃപ്തികരമായിരിക്കും. ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ അലട്ടാം. തൊഴിൽപരമായിട്ടും കാലം അനുകൂലമാണ്. വർഷാരംഭത്തിൽ കന്നിക്കൂറുകാർക്കും വർഷാവസാനം തുലാക്കൂറിൽപ്പെട്ടവർക്കും സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂലമായ സമയമാണ്. വർഷാവസാനം ആകുമ്പോഴത്തേക്കും ദമ്പതിമാർ തമ്മിൽ വളരെ ഐക്യം ഉണ്ടാകുന്നതാണ്. പിന്നെ കന്നിക്കൂറുകാർക്ക് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യസാധ്യങ്ങളും ഉണ്ടാകുന്നതാണ്. അങ്ങനെ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ ജോലി തേടി വിദേശത്തേക്ക് പോകുന്നവർക്കൊക്കെ അനുകൂലമാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ശനിയുടെ ഒരു പ്രത്യേകതയാണ്. ശനി ദോഷം എന്ന് പറയുമ്പോൾ നമ്മൾ വീട് വിട്ട് പോകേണ്ടി വരും. അത് വിദേശത്തേക്ക് പോകാനുള്ളൊരു അവസരമായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ഗുണകരമായിട്ടതിനെ ഉപയോഗിക്കാം. അതേസമയത്ത് നാട്ടിൽ നിൽക്കേണ്ടി വരികയും വീട് വിട്ട് പോകാൻ നിർബന്ധിതമാകുകയും പോകാൻ സ്ഥലമില്ലാതെയൊക്കെ വരുമ്പോഴാണ് ശനി വളരെ ദോഷകരമാകുന്നത്. അത് പക്ഷേ വളരെ അപൂർവമായിട്ട് മാത്രമേ അങ്ങനെ ഉണ്ടാകാറുള്ളൂ. ചിലപ്പം കുറച്ച് താൽക്കാലികമായിട്ടൊക്കെ ഒന്ന് മാറി നിൽക്കേണ്ടി വരാം എന്നുള്ളതേ ഈ ഗ്രഹചാര ഫലം കൊണ്ട് അനുഭവിക്കാൻ ഇടയുള്ളൂ. കാരണം മറ്റ് ഗ്രഹസ്ഥിതികൾ പലതും ആ സമയത്ത് അനുകൂലമായിട്ട് വരുന്നുണ്ട്. പിന്നെ ചിലർക്ക് സന്താന ഭാഗ്യമുണ്ടാകും, പുതിയ വീട് വയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ വർഷാവസാനത്തോടെ കണ്ടകശനി വരുന്നത് കൊണ്ട് തന്നെ
അല്പം ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് ഉണ്ടാകും. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വർഷ ആദ്യം ഭാഗ്യസ്ഥാനത്ത് ഉള്ള വ്യാഴം പല ഗുണഫലങ്ങളും നേട്ടങ്ങളും സാമ്പത്തികമായ ഗുണങ്ങളൊക്കെ ഉണ്ടാക്കും. വർഷാവസാനമാകുമ്പോഴത്തേക്കും 9-ൽ നിന്ന് മാറി 10-ലേക്ക് പോകുന്നത് കൊണ്ട് വ്യാഴം 10-ൽ അത്ര ഗുണകരമല്ല. കർമ്മഭാവത്തിൽ വ്യാഴം എന്ന് പറയുമ്പോൾ കർമ്മഭാവത്തിൽ ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ അത് ഉണ്ടാക്കാം. അതുകൊണ്ട് ആ സമയത്ത് വഴിപാടൊക്കെ ചെയ്ത് അതങ്ങ് മാറ്റണം. വർഷാവസാനം ആകുമ്പോഴത്തേക്കും ആത്മീയ ചിന്തകളൊക്കെ വർദ്ധിക്കുന്നതുമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് പൊതുവേയുള്ള അനുഭവങ്ങൾ പറയാവുന്നത്. ഇനി നമുക്ക് പരിഹാര കർമ്മങ്ങളിലേക്ക് കടക്കാം. ബുധദശയോ വ്യാഴദശയോ ശുക്രദശയോ ആണ് നിങ്ങൾക്കെങ്കിൽ ചിത്തിര നക്ഷത്രക്കാർ കൃത്യമായിട്ട് പരിഹാരം ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ള ബുധദശ, വ്യാഴദശ, ശുക്രദശ ഈ 3 ദശകളിൽ ഏതെങ്കിലും ആണ് നിങ്ങൾക്കെങ്കിൽ പരിഹാരം ചെയ്യണം. അത് വെറുതെ തമാശയാക്കി കളയരുത്. അതുപോലെ തന്നെ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് ഭഗവതിയെ ദർശനം നടത്തി അർച്ചന, കടുംപായസം, ചുവന്ന തെച്ചിപ്പൂമാല തുടങ്ങിയവയൊക്കെ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ചൊവ്വാഗ്രഹത്തിൻ്റെ സ്തുതികളൊക്കെ ജപിക്കുന്നത് നല്ലതാണ്. ചിത്തിര നക്ഷത്രവും ചൊവ്വയും ഒന്നിച്ചു വരുന്ന ദിവസം വ്രതമെടുത്ത് ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. സുബ്രഹ്മണ്യ സ്വാമിയെ ദർശിക്കുന്നതും ഭദ്രകാളി ദേവിയെ ദർശിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ ഈ ഒരു വർഷം ഈ അനുഗ്രഹങ്ങൾ മാറി മാറി വരുന്നതുകൊണ്ട്, കുറച്ച് ദോഷം കുറച്ച് അനുഗ്രഹം അങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ട് കഴിയുന്ന സമയത്തൊക്കെ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും അതുപോലെ ദേവീക്ഷേത്ര ദർശനവും നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. അതുപോലെ തന്നെ ചിത്തിരയുടെ കന്നിക്കൂറിൽപ്പെട്ട ആളുകൾ, അതായത് ചിത്തിരയുടെ ആദ്യ പകുതിയിൽ ജനിച്ചവർ നവഗ്രഹ ക്ഷേത്രത്തിൽ ബുധന് അർച്ചന നൽകുന്നത് നല്ലതാണ്. രണ്ടാമത്തെ പകുതിയിൽ തുലാക്കൂറിൽ ജനിച്ചവർ ശുക്രന് അർച്ചനകൾ നൽകുന്നത് നല്ലതാണ്. ശുക്രനോ അല്ലെങ്കിൽ മഹാലക്ഷ്മി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലോ അതും അല്ലെങ്കിൽ യക്ഷി നമുക്ക് കുടുംബദേവതയായിട്ടോ അല്ലെങ്കിൽ കുടുംബവുമായിട്ട് ഏതെങ്കിലും രീതിയിൽ സംരക്ഷണമായിട്ട് വരുന്നുണ്ടെങ്കിൽ യക്ഷിക്കും വേണ്ട വഴിപാടുകൾ ചെയ്യാവുന്നതാണ്. പിന്നെ മകയിരം, ചിത്തിര, അവിട്ടം, ചിത്തിര നക്ഷത്രവും അതിൻ്റെ അനുജന്മ നക്ഷത്രങ്ങളിലും ക്ഷേത്ര ദർശനം ഒരു പതിവാക്കിയാൽ ഏറ്റവും നല്ലതാണ്. അസുഖങ്ങളോ ശ്വാസ സംബന്ധമായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മഹാദേവന് അതിനുള്ള വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ശനി ദോഷങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ശാസ്താവിന് നീരാജനം, നെയ്വിളക്ക്, തുളസിമാല, തുളസിപ്പൂക്കൾ കൊണ്ട് അർച്ചന തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. കളഭ ചാർത്ത് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ സാമ്പത്തികം പോലെ. നെയ്വിളക്ക് തെളിയിച്ചാൽ വളരെ സിമ്പിളായിട്ടത് ചെയ്യാം. കളഭചാർത്തൊക്കെ ചെയ്യണമെങ്കിൽ പണം കൂടുതലാകും, പക്ഷേ നമുക്കതിനുള്ള ചുറ്റുപാടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും ശാസ്താവിനെ പൂജിക്കുന്നതും ശാസ്താവിനെ മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശനിദോഷത്തിൽ നിന്ന് മോചനം കിട്ടാനായിട്ട് ഏറ്റവും നല്ല മാർഗമാണ്. അപ്പോൾ ഈ വഴിപാടുകളൊക്കെ ചെയ്യുക. കുടുംബദേവതയ്ക്ക് പ്രത്യേകമായിട്ട് അർച്ചനകൾ ചെയ്യുക, പട്ട് സമർപ്പിക്കുക, ഏറ്റവും നല്ലതാണ്. കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാകാതെ കുടുംബദേവത സംരക്ഷിച്ചോളും. അതുപോലെ തന്നെ നമ്മുടെ വ്യാപാരമാണെങ്കിലും നമ്മുടെ ജോലിയാണെങ്കിലും എല്ലാം കുടുംബദേവത സംരക്ഷിച്ചോളും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് കുടുംബദേവതയ്ക്ക് ഒരു വഴിപാട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമർപ്പണം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ പരിഹാരമായിട്ട് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള വഴിപാടുകളും ചെയ്യുക. ഓരോ ഗ്രഹത്തിനും ഓരോ രാശിപ്രകാരമുള്ള വഴിപാടുകളെ ഉൾപ്പെടുത്തിയാണ് ചുരുക്കത്തിൽ പറയുന്നത്. അപ്പോൾ അതും കൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ചിത്തിര നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങൾ പറയാനുള്ളത്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും ബന്ധുക്കൾക്കുമൊക്കെ കഴിയുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ പ്രായമായ മാതാപിതാക്കൾക്കൊക്കെ എല്ലാവിധ സൗഖ്യങ്ങളും ഉണ്ടാകട്ടെ. കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.